ഏവർക്കും സ്വാഗതം. സാലഡ് ഫോർ സൺഡേ എന്ന സീരീസിൽ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം വായിക്കട്ടെ. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഞാൻ അനേക വർഷങ്ങൾക്ക് മുൻപ്, കുറഞ്ഞ പക്ഷം ഒരു 60 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ ഇത് വല്ലാതെ സ്പർശിക്കുകയും ഇത് മനപ്പാഠം പഠിച്ച് എനിക്ക് മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ എന്നൊരവസ്ഥയിൽ ഞാൻ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരു പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ പ്രത്യേകമായി പതിച്ചത് ഇതിൻ്റെ ഡ്രമാറ്റിക് ക്വാളിറ്റി. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ ചേർക്കാൻ കാക്ഷിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അതിന് ഒരു നാടകീയമായ ഡ്രമാറ്റിക് ആയിട്ടുള്ള വലിയ ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴെനിക്കറിയാം അതല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ അർത്ഥം അതിനേക്കാളൊക്കെ എത്രയോ സൗന്ദര്യമേറിയതാണ്, ശ്രദ്ധേയമാണ്. പലപ്പോഴും ക്രിസ്ത്യാനികൾ തിരിച്ചറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യം, യേശുവിൻ്റെ ഓരോ പ്രസ്താവനകളുടെയും പുറകിൽ ചരിത്രത്തിൻ്റെ വലിയ വലിയ മാറ്റലുകൾ നാം കാത് അല്പമൊന്ന് കോർത്താൽ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല വചന പ്രഘോഷണം നടക്കുന്നത് എന്നതുകൊണ്ട് യേശു വലിയ ചരിത്രബോധമുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ചിലർക്ക് അത്ഭുതവും ചിലർക്ക് ശ്വാസം മുട്ടലുമാണ് ഉണ്ടാകുന്നതായി എനിക്ക് അനുഭവപ്പെടാനിടയായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സാലഡ് ഫോർ സൺഡേ എന്ന സീരീസിൽ സാധാരണ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന വാക്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന ആശയങ്ങളെയും അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളെ ജനങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയായിരിക്കണം എൻ്റെ മുൻഗണന എന്ന വിധത്തിൽ ഞാൻ ചില ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് സംബന്ധമായ ചിന്തകൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രവാചകർക്ക് സംഘടിതമായ മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ട അപകടവും യാതനയും യേശു വളരെ കൃത്യമായി അളന്ന് കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു ചരിത്രം നിനക്കുണ്ട്. ചരിത്രമാണ്. യേശുവിന് ചരിത്രബോധമില്ലായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? അപ്പം അങ്ങനെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെയും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു താരിപ്പ് നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ ചരിത്രബോധത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രസ്താവനയ്ക്കുള്ളിൽ ഗാംഭീര്യമേറിയ ഒരു ചരിത്രബോധമുണ്ട്. മനുഷ്യ കുലത്തിൻ്റെ ആകമാനമായ മതചരിത്രം, ആ ചരിത്രത്തിൽ വന്ന പാളിച്ച, അതുകൊണ്ട് വിശ്വാസികൾക്ക് സംഭവിക്കുന്ന ഇടിവ്, ഇവയൊക്കെയും വളരെ നിസ്സാരമെന്നൊരു പക്ഷെ തോന്നിപ്പിക്കാവുന്ന ഉപരിപ്ലവമായ പരിഗണനയിൽ അതൊരു കേൾക്കാൻ കൊള്ളാം, അതിനകത്ത് വേറെ ഒന്നുമില്ല എന്ന വിധത്തിൽ നമുക്ക് പ്രതീതി വരുത്താവുന്ന പ്രസ്താവനയ്ക്കുള്ളിൽ വിപ്ലവാത്മകമായ ഒരു ചരിത്രബോധമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം യേശുവിൻ്റെ വാക്കുകൾ കുറച്ചുകൂടെ ശ്രദ്ധയോടും ബഹുമാനത്തോടും താല്പര്യത്തോടും അന്വേഷണ ബുദ്ധിയോടും ഒരുപക്ഷെ തുറന്ന മനസ്സോടും സമീപിക്കുവാനിടയാകും എന്നതാണ് എനിക്ക് ആമുഖമായി ഉണർത്തിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായും യേശു പറയുന്നു, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന, പീഡിപ്പിക്കുകയും കഴിയുമെങ്കിൽ കൊല്ലുകയും ചെയ്യുന്ന ഒരു ചരിത്രം നിനക്കുണ്ട്. ആർക്കുണ്ട്? യെരൂശലേമുണ്ട്. യെരൂശലേം എന്താണ്?
ദൈവത്തിൻ്റെ നഗരമാണ്. യഹൂദിൻ്റെ അഭിമാനമായ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ശലോമോൻ പണിതു കൊടുത്ത അതിമഹത്തരമായ ദേവാലയം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, രാജാവിൻ്റെ കൊട്ടാരവും അവിടെയാണ്. ചരിത്രത്തിൽ രാജാവിൻ്റെ കൊട്ടാരവും ദൈവത്തിൻ്റെ വീടും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. എങ്കിലും ഞാൻ തൽക്കാലം അത് മാറ്റിവെക്കുകയാണ്. കാരണം പ്രധാനമായും ആ വഴിയിലല്ല നമ്മുടെ ചിന്തകൾ ഇന്ന് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് മാത്രം മറ്റൊരു ദിവസം ആയിക്കൊള്ളട്ടെ. പ്രവാചകന്റെ അവസ്ഥ അല്പം അപകടം നിറഞ്ഞതാണ് എന്ന് യേശു യെരൂശലേമിനെ വിളിച്ച് അറിയിക്കുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തിയാക്കുകയും പിതാവിൻ്റെ ഹിതപ്രകാരം താൻ യെരൂശലേമിലേക്ക് പോവുകയും അവിടെ പീഡിപ്പിക്കപ്പെട്ട് മരിക്കുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അന്നുവരെയും അവൻ ഒഴിവാക്കിയിരുന്ന യെരൂശലേമിലേക്ക് യേശു മനഃപൂർവ്വം യാത്രയാകുകയും ചെയ്യുന്ന ഘട്ടത്തിൽ യെരൂശലേമിനെ അല്പം ദൂരെ നിന്ന് കണ്ടതിൽ യേശുവിൻ്റെ മനസ്സിൽ ഉദിച്ച വേദന ഇപ്രകാരം ഒരു പ്രസ്താവനയുടെ വേഷമണിയുന്നു, അല്ലെങ്കിൽ രൂപമെടുക്കുന്നു. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ പ്രവാചക ദൗത്യം എന്നത് വളരെയധികം വിലമതിക്കേണ്ട ഒരാത്മീകമായ ക്രമീകരണമാണ്, ചുമതലയാണ്, അച്ചടക്കമാണ് എന്ന് യേശു ആദ്യമേ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രവാചകനെ അയക്കുന്നത് ദൈവമാണ് എന്നിവിടെ പറയുന്നത്. നിങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച പ്രവാചകന്മാരെ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതേസമയം നമുക്കറിയാം പഴയ നിയമത്തിൽ 2 തരത്തിലുള്ള പ്രവാചകന്മാരുണ്ട്. യഥാർത്ഥ പ്രവാചകന്മാരുണ്ട്, പിന്നെ കള്ളപ്രവാചകന്മാരുമുണ്ട്. ഇത് രണ്ടും താരതമ്യപ്പെടുത്തി യേശു പർവ്വതപ്രസംഗത്തിന്റെ മധ്യത്തിൽ പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പീൻ, അവർ പുറമെ ആടിൻ്റെ വേഷം അണിഞ്ഞവരാണെങ്കിലും അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു പ്രവാചകൻ. അപ്പോൾ പ്രവാചക ദൗത്യത്തിൽ സംഭവിച്ച ഭീകരമായ അധഃപതനം, അതുകൊണ്ട് ജനത്തിന് വലിയ വലിയ കഷ്ടവും ആത്മീകമായ എന്താണ് പറയുന്നത്, അധഃപതനവും ഉണ്ടാകും. ആ സാധ്യത ആരും തള്ളിക്കളയരുത്. ഇത് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എവിടെയൊക്കെ സത്യപ്രവാചകൻ വന്ന് തൻ്റെ ദൗത്യം നിർവഹിച്ച് പോയിട്ടുണ്ടോ, ഏറെ താമസിയാതെ ആ പ്രവാചകന്റെ പിറകെ കള്ളപ്രവാചകന്മാർ വരികയും ഈ സത്യപ്രവാചകൻ നടത്തിയ ശുശ്രൂഷയുടെ തന്നെ മഹത്തരമായ അംശങ്ങൾ പെറുക്കിയെടുത്ത് അവയെ വക്രീകരിച്ച് പൈശാചികമായ ഒരു സംവിധാനം സൃഷ്ടിച്ച് അതുമൂലം ആ വിശുദ്ധനായ ദൈവിക പ്രബുദ്ധതയുള്ള നല്ല പ്രവാചകൻ നടത്തിയ ആത്മീയ ശുശ്രൂഷകളെ 100% പൈശാചികമായി മാറ്റുന്നൊരു മർമ്മം ചരിത്രത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ചരിത്രം അവസാനിക്കുന്നതുവരെയും ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു മർമ്മത്തിന് മാറ്റം വരികയില്ല എന്നതാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് പ്രവാചകന്റെ അവസ്ഥ അല്പമൊന്ന് ചരിത്രത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. നമുക്കറിയാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദാവീദ് വലിയ ഒരു കുറ്റം ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ചെയ്ത ഘോരമായ അധാർമികമായ പ്രവൃത്തിയെ അവനോട് പച്ച ഭാഷയിൽ പൊളിച്ചു പറയുവാൻ ധൈര്യം കാട്ടിയ ഒരു പ്രവാചകനെ നമുക്കറിയാം. അവൻ്റെ പേര് നാഥാൻ എന്നാണ്. ആ മനുഷ്യൻ നീയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചക ശബ്ദം. ആ പ്രവാചകനെ ദാവീദ് കൊന്നില്ല എന്നത് അവൻ്റെ ദൈവബോധത്തെയും നീതിബോധത്തെയും അവൻ്റെ ഉള്ളിൽ മനസാക്ഷി എന്ന് മരിച്ചിട്ടില്ല എന്നതിൻ്റെയും തെളിവാണ്. അങ്ങനെ നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ
ദൈവം അവന് നൽകിയ കർത്തവ്യം മായം ചേർക്കാതെ നിർവഹിച്ചത് കൊണ്ടാണ് രാജാവിൻ്റെ മനം പൊടിഞ്ഞിട്ട് അവൻ യഥാർത്ഥത്തിൽ അനുതപിച്ച് ആ അതുല്യമായ അനുതാപത്തിൻ്റെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം നമുക്ക് എക്കാലത്തേക്കും പ്രയോജനം ചെയ്യുന്ന തക്ക വിധത്തിൽ ഉണ്ടാകുവാൻ ഉടലെടുക്കുവാൻ ഇടയായത്. അപ്പോൾ നാം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, പ്രവാചകന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരെ പ്രത്യേകതയുള്ള ആത്മീയ അധികാരമുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ രാജാവിൽ തന്നെ അപൂർണനാണ്. രാജത്വം പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രവാചകീയമായ ഒരംശമുണ്ടായിരിക്കണം. ഒരു കാലത്ത് രാജാവ് പുരോഹിതനും ഭരണകർത്താവും പിന്നെ പ്രവാചകനുമായിരുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആളുകളെ സൗഖ്യമാക്കുന്ന ട്രൈബലായിട്ടുള്ള, അതായത് ഗോത്രവർഗത്തിൽപ്പെടുന്ന രാജാക്കന്മാർ ആ ഗോത്രത്തിലെ വൈദ്യനും കൂടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ പുറകോട്ട് പോകുമ്പോൾ പല ചുമതലകൾ രാജാവ് എന്ന പദവിയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ രാജാവ് ഭരണകർത്താവായിരുന്നു, സംശയമില്ല. അതുപോലെ തന്നെ അവൻ ന്യായാധിപനായിരുന്നു, അവൻ പ്രവാചകൻ കൂടെ ആയിരുന്നു. എന്നാൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ പിന്നെ ഉടലെടുത്ത ക്രമീകരണമാണ് രാജാവിന് പ്രവാചക ദൗത്യം നടത്തുവാൻ സാധ്യമല്ല. കാരണം ഭരണം കൈയാളുന്നവൻ, കയ്യൂക്കുള്ളവൻ ഒരിക്കലും സത്യത്തെ വേണ്ടതുപോലെ മാനിക്കുകയില്ല. അതുകൊണ്ട് അവൻ നേർവഴി വിട്ട്, നീതിയുടെ പാത വിട്ട് സഞ്ചരിക്കാതിരിക്കത്തക്കവണ്ണം അവനെ നീതിയുടെ പാതയിലേക്ക് മടക്കി വരുത്തുവാൻ ആത്മീയ അധികാരമുള്ള ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ രാജാവിൻ്റെ ഭരണം ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നതാകത്തുള്ളൂ എന്ന വളരെ ശ്രദ്ധേയമായ സത്യം മനസ്സിലാക്കിയിട്ടാണ് രാജാവിൻ്റെ കൂടെ ഒരു പ്രവാചകനും കൂടെ ഉണ്ടാകണം എന്ന ക്രമീകരണം ഉണ്ടായത്. അതിന് കോർട്ട് പ്രോഫറ്റ് എന്നാണ്, കൊട്ടാരത്തിലെ പ്രവാചകൻ. ആ പ്രവാചകന്റെ ഏക ചുമതല എന്ന് പറയുന്നത് രാജാവ് തെറ്റ് ചെയ്താൽ, അനീതി ചെയ്താൽ, വേണ്ടാത്ത മാർഗത്തിൽ നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അല്പം പോലും മടിക്കാതെ, ശങ്കിക്കാതെ ആ സത്യം രാജാവിനോട് വിളിച്ചു പറയുക. ഇത് ആധുനിക ലോകത്തിൽ മാധ്യമധർമ്മമാണ് എന്ന് പറഞ്ഞു വരുന്നു, ദി എത്തിക്സ് ഓഫ് ജേർണലിസം. പക്ഷെ അങ്ങനെ ഒരു ജേർണലിസം ഇപ്പോഴില്ല എന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ദി എത്തിക്സ് ഓഫ് ജേർണലിസം? സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ. അധികാര കേന്ദ്രങ്ങളോട് സത്യം അറിയിക്കുക എന്നതായിരിക്കണം മാധ്യമധർമ്മം എന്ന് എല്ലാവരും താത്വികമായി പറയും, തിയോറിറ്റിക്കലായിട്ട് പറയും. പക്ഷേ ആ കർമ്മം നിർവഹിക്കുന്ന ഒരു മാധ്യമ സുഹൃത്തും മാപ്രാകളും മാധ്യമപ്രവർത്തകരും ഇന്നില്ല എന്ന സത്യമാണ്. പണക്കാരൻ്റെ മടിയിൽ കയറി നിന്ന് നിരങ്ങുക എന്നതാണ് ഇപ്പോഴത്തെ മാപ്രകളുടെ പ്രധാനപ്പെട്ട വിനോദം. അതും ഞാൻ കൂടുതലായി പ്രതിപാദിക്കുന്നില്ല, ഏവർക്കും അറിയാവുന്ന കാര്യം, വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഭരണം ആരോഗ്യമുള്ളതായി തീരണമെങ്കിൽ രാജാവിനെ നേർവഴിക്ക് നടത്തുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കും. എന്നാൽ പിൽക്കാലത്ത് അതും തകർന്നുപോയി. പ്രവാചകനെ രാജാവിന് സഹിക്കാൻ വയ്യ എന്നായി. നമുക്കറിയാം ഏലിയാവിന് സംഭവിച്ച വലിയ പ്രയാസങ്ങൾ. ഇസബേല് മൂലം അവൻ്റെ ജീവൻ അപകടത്തിലായി. അവൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ആ ഒരു ദൃശ്യം നമുക്കറിയാം. അപ്പോൾ അവിടെ യഹൂദ ചരിത്രത്തിൽ അതിൻ്റെ ആത്മീയമായ വശത്തിന് സംഭവിച്ച ഓരോരോ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, അധപ്പതനത്തിൻ്റെ, അപകടത്തിൻ്റെ നാന്ദികൾ, സൂചനകളാണ് നാം കണ്ടുവരുന്നത്. ഇപ്പോഴിതാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പ്രവാചകൻ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ദാവീദിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി അധർമ്മം പ്രവർത്തിച്ചവൻ നീയാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരു നാഥാൻ
ഇസബേലിനെ പേടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന ഏലിയാവ്. ഇതൊരു വലിയ മാറ്റമല്ലേ? ഈ മാറ്റത്തിൽ ചരിത്രം നമ്മോട് വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മോഡൽ നാം കാണുന്നു. ഉദാഹരണമായിട്ട് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ രാജാവ് തന്നെ ഫിലോസഫർ ആകണം എന്ന് പറയുന്നു. രാജാവ് ആകണം എന്ന് പ്ലേറ്റോ പറയുന്നതിൽ കാരണം യവന സംസ്കാരം സൃഷ്ടിച്ച മതബോധത്തിൽ, മത സംവിധാനത്തിൽ പ്രവാചക ദൗത്യമില്ലായിരുന്നു. ഇത് എബ്രായ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഇപ്പം ഭാരത മതബോധത്തിൽ ഒരു പ്രവാചക ദൗത്യമില്ല. അതുകൊണ്ടാണ് അപ്രിയമായ സത്യമൊന്നും പറയരുതെന്നൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല മിടുക്കരായ ആളുകൾ പറയുന്നു. ഇവിടെ സത്യമില്ലാതെ തികച്ചും അസത്യം കൊണ്ട് രാഷ്ട്രീയം നടത്താം എന്ന ധാരണയും വളരെ അനായാസം നാം സ്വീകരിക്കാൻ കാര്യം നമുക്ക് അങ്ങനെ പ്രവാചകീയമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നതുകൊണ്ട്. അപ്പോൾ യവന സംസ്കാരത്തിൻ്റെ ഒരു നാഴികക്കല്ലായ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ പറയുന്നത് രാജാവ് ഒരു ദാർശനികനായിരിക്കണം, ഫിലോസഫർ. ഭരണം ജനക്ഷേമത്തിന് ശത്രുത ഉണ്ടാകുന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഭരണം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ജ്ഞാനമില്ല. ദ കിങ് ഈസ് നോട്ട് വൈസ്. ഒരു ജ്ഞാനിയായ പരിജ്ഞാനമുള്ള ഒരു രാജാവിനെ ലഭിക്കുക എന്നത് ഒരു ജനതയുടെ വലിയ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ അതങ്ങനെ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം രാജാക്കന്മാരാകാൻ പോകുന്നവരെ ഫിലോസഫേഴ്സ് ആക്കി വളർത്തുവാൻ, പരിശീലിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് പ്ലേറ്റോയുടെ ഉപദേശം. ആ ഉപദേശം മാസിഡോണിയയുടെ രാജാവായ ഫിലിപ്പ് അംഗീകരിച്ചാൽ നാം കാണുന്നത്. അതുകൊണ്ട് ഫിലിപ്പ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മകനായ അലക്സാണ്ടർ, പിൽക്കാലത്ത് വലിയ പ്രസിദ്ധനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന ചക്രവർത്തിയെ യുവാവായിരുന്നപ്പോൾ തൊട്ടേ പരിശീലിപ്പിക്കാനായിട്ട് ആരെയാണ് നിയോഗിച്ചത്? ഫിലോസഫേഴ്സിൽ അഗ്രഗണ്യനായ അരിസ്റ്റോട്ടലിനെയാണ്. അപ്പം അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ അധ്യാപകൻ ആരായിരുന്നു? ട്യൂട്ടർ ആരായിരുന്നു? അരിസ്റ്റോട്ടലായിരുന്നു. നാം റോമൻ സാഹിത്യത്തിലോട്ട് വരുമ്പോൾ നീറോ, നമുക്കറിയാം ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വ്യക്തിയാണ് നീറോ വാസ് ഫിഡിലിംഗ് വൈൽ റോം വാസ് ബേണിംഗ് എന്നൊരു പറച്ചിലുണ്ടല്ലോ. ആ നീറോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നീറോയ്ക്ക് സംഗീതത്തോട് പ്രേമമുണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിന് എതിരായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ നീറോയുടെ പക്ഷം പിടിച്ച് പറയുകയല്ല, നീറോ ചെയ്ത വലിയ വലിയ അതിക്രമങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടുമല്ല. പക്ഷെ നീറോയ്ക്ക് സംഗീതത്തോട് വലിയ വലിയ താല്പര്യം. അദ്ദേഹം ആളുകൾക്ക് വേണ്ടി പാട്ട് പാടുമായിരുന്നു. പക്ഷെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, വലിയ വലിയ ഉത്സവങ്ങൾ നടക്കുമ്പോൾ നീറോ പാട്ട് പാടാൻ കയറും. പക്ഷെ അതേ സൈന്യങ്ങളെ നാലെടുത്ത് നിർത്തും. എൻ്റെ പാട്ട് കഴിയാതെ ഇവിടെ നിന്ന് ആരും അനങ്ങിപ്പോകരുത്. ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ ആളുകളെ നിർബന്ധം അവിടെ ഇരുത്തി ഇദ്ദേഹം 2-3 മണിക്കൂറൊക്കെ പാട്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന് പല സ്ത്രീകളും അവിടെ തന്നെ പ്രസവിച്ചു. ചിലർ അവിടെ നിന്ന് രക്ഷ കിട്ടാനായി വീട് ചത്തു എന്ന് അഭിനയിച്ചു എന്നൊക്കെ ചരിത്രം നമ്മോട് പറയുന്നു. നമുക്ക് കൗതുകരമായ കാര്യങ്ങളാണ്. അപ്പം നീറോയ്ക്ക് സംഗീതത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വലിയ സംഗീതജ്ഞനാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം വലിയ പാട്ടുകാരനാണ്. അദ്ദേഹം പാടി. രാജാവ് പാടുമ്പോൾ ആരും എഴുന്നേറ്റ് പോകാൻ പാടില്ല, ജീവൻ പോയി അവിടെ ചത്താലും പോകാനൊക്കത്തില്ല എന്ന് രാജാവ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ വഴിതെറ്റി പോകാണെന്ന് വിചാരിക്കരുത്. ഞാൻ മനഃപൂർവ്വം ഇതൊരു കൗതുകരമായ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പം നീറോയുടെ അധ്യാപകൻ ആരായിരുന്നു? സെനേക്ക ആയിരുന്നു. റോമൻ കണ്ടതിലേക്കും ഏറ്റവും ബുദ്ധിമാനായ പക്വതയുള്ള മനുഷ്യൻ സെനേക്ക. പക്ഷെ അതുകൊണ്ട് നീറോയ്ക്ക് വലിയ ഗുണം വന്നോ? ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, രാജാവിൻ്റെ കൂടെ പ്രവാചകൻ, പ്രവാചകനെ സഹിക്കാൻ വയ്യാതായി
പിന്നെ യവന സംസ്കാരത്തിൽ വരുമ്പോൾ റോമൻ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിൽ വരുമ്പോൾ രാജാവിൻ്റെ കൂടെ പ്രവാചകൻ വേണ്ട, രാജാവിൻ്റെ കൂടെ ഫിലോസഫർ വേണം. പക്ഷെ ഈ അരിസ്റ്റോട്ടലും സെനേക്കയും രാജാവിനെ ഉപദേശിക്കാൻ പോയതുകൊണ്ട് വലിയ അപകടത്തിൽ ചെന്ന് പറ്റി. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത് അത്രമാത്രം നമുക്ക് പ്രസക്തമല്ലാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമുക്കറിയാം മാർക്കസ് ഔറേലിയസ്, അദ്ദേഹത്തിന് മുമ്പ് ട്രാജൻ എന്ന് പറഞ്ഞ ഒരു റോമൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉപദേശിക്കാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. മാർക്കസ് ഔറേലിയസ് എന്ന് പറയുന്ന, പാശ്ചാത്യ ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, പാശ്ചാത്യ സംസ്കാരം പുറപ്പെടുവിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച ഏറ്റവും ബുദ്ധിമാനായ ഏറ്റവും നല്ല രാജാവ് ആരാണ്? റിയൽ ഫിലോസഫർ കിങ് ആരാണെന്ന് ചോദിച്ചാൽ മാർക്കസ് ഔറേലിയസ് ആണ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമാണ്. ഞാൻ എൻ്റെ മൂത്ത മകളെ കൊണ്ട് നിർബന്ധിച്ചത് വായിപ്പിച്ച് ഞങ്ങളത് ഒരുമിച്ച് ആസ്വദിച്ച ആ അനുഭവം ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ മാർക്കസ് ഔറേലിയസിനും അദ്ദേഹത്തെ ഗുണദോഷിക്കാൻ ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോകുന്നത് ചരിത്രം വരുത്തുന്ന മാറ്റങ്ങളാണ്. ആദ്യം രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവാചകൻ, അതിനുശേഷം കൊട്ടാരത്തിൽ നിന്ന് ജീവനും കൊണ്ടുപോടുന്ന പ്രവാചകൻ, മറ്റൊരു സംസ്കാരത്തിൽ വരുമ്പോൾ രാജാവിനെ ഗുണദോഷിക്കുന്ന പ്രവാചകൻ, ഗുണദോഷിക്കുന്ന ഫിലോസഫർ, പക്ഷേ രാജാവിൽ നിന്ന് ജീവൻ രക്ഷിക്കാനായി ഓടുന്ന ഫിലോസഫർ. ഇത് രണ്ടും നമുക്ക് വളരെ മനോഹരമാണ്. എന്നാൽ അത് കഴിയുമ്പോൾ യഹൂദ സംസ്കാരത്തിൽ നാം മുമ്പ് കണ്ടത് ജെസിബേൽ എന്ന് പറയുന്ന രാജ്ഞിയിൽ നിന്ന് പ്രവാചകൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് പുരോഹിതന്മാർ ആ അധികാരം കയ്യിലെടുത്ത് രാജാവിനേക്കാൾ അധികാരം പുരോഹിതനായിട്ട് ഇപ്പോൾ പ്രവാചകനെ പീഡിപ്പിക്കുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത് ആരാണ്? രാജാവല്ല, പുരോഹിതനാണ്. ഈ പുരോഹിതരുടെ സ്വാധീനം ജനങ്ങളിൽ വരുന്നത് കൊണ്ടാണ് അവർ പ്രവാചകന്മാർക്കെതിരെ തിരികെയും പ്രവാചകന്മാർ തങ്ങളുടെ ശത്രുക്കളാണ്, അവരെ കൊന്നൊടുക്കുന്നതാണ് ദൈവത്തോട് കാണിക്കാവുന്ന വലിയ നീതി എന്ന് ജനം തെറ്റിദ്ധരിക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ മേൽ പുരോഹിതവർഗത്തിനുള്ള വലിയ സ്വാധീനമാണ്. നമുക്കറിയാം, യേശുവിൻ്റെ വിചാരണ നടക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് യേശു തികച്ചും നിർദോഷിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ വല്ല വിധേനയും അവനെ ഈ മരണത്തിൻ്റെ കെണിയിൽ നിന്ന് രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കത്തക്കവണ്ണം ജനങ്ങളെ ഇളക്കിവിട്ട് അവരെ കൊണ്ട് തട്ടഹസിപ്പിച്ച് അവൻ്റെ രക്തം കണ്ട് ഞങ്ങൾ അടങ്ങും, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് പറഞ്ഞ് പൊന്തിയോസ് പീലാത്തോസിനെ വീർപ്പ് മുട്ടിച്ച് യേശുവിനെ കൊന്നുകളയാനുള്ള അവസരം അധികാരം പ്രാപിക്കാൻ ഇടയായത് പുരോഹിതവർഗത്തിന് വിശ്വാസികളുടെ മേലുള്ള പൈശാചികമായ സ്വാധീനമാണ് എന്ന് സുവിശേഷം നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ നാം അത് ഗൗനിക്കാറില്ല. എന്ന് മാത്രവുമല്ല, ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ പുരോഹിതന്മാർ യേശുവിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി ഇങ്ങനെ വാചാലമായി സംസാരിക്കുമ്പോൾ അല്പം ചരിത്രബോധമുള്ള ഉള്ളവൻ ചൂളിപ്പോകാറുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, പോട്ടെ, അതും മാറ്റിവെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരു കാലത്ത് പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഒരു സമൂഹം, ഒരു ജനത, ഒരു രാജ്യം സൽഭരണത്തിന് യോഗ്യത പ്രാപിക്കണമെങ്കിൽ അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെന്നും സത്യത്തെ തിരിച്ചറിയുകയും സത്യത്തെ അനുസരിക്കുകയും ചെയ്യുന്നത് ഒരു ജനത അവരോട് ചെയ്യുന്ന നീതിയാണ്, അവരുടെ തന്നെ ക്ഷേമത്തിൻ്റെ അടിത്തറ അതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ആരോഗ്യമേറിയ ആത്മീയ അവസ്ഥയിൽ നിന്ന് സത്യത്തെ കണ്ടാൽ കല്ലെറിയും കൊല്ലും എന്നൊരവസ്ഥയിലേക്ക് ജനം അധപ്പതിച്ചു പോകുവാൻ കാരണക്കാരാരാണ്? ജനത്തെ അപ്രകാരം പരിശീലിപ്പിച്ചത് ആരാണ്? അവരുടെ മനസ്സിൽ സത്യത്തോട് ഇത്രമാത്രം വെറുപ്പ് ജനിപ്പിച്ചത് ആരാണ് എന്നതിനെപ്പറ്റി നമുക്കൊരു വ്യക്തതയുണ്ടാകണം. ഇനി
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. തീർച്ചയായും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് യേശു തന്നെ ഇപ്രകാരം നിർവചിച്ചത്? ഞാൻ സത്യമാണ് എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? വലിയ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, സംഘടിതമായ മതത്തിൻ്റെ ഉള്ളിൽ സത്യത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകുകയില്ല. അങ്ങനെ നിർമ്മിച്ചു വെക്കുന്ന മതസംവിധാനത്തിൽ ജനം പെട്ടുപോകുന്നത് കൊണ്ട് അവിടെ അവസ്ഥ എന്താണ് എന്ന് യേശു മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോയി. ഇത് നമ്മുടെ സമകാലീന അവസ്ഥയാണ് എന്നതിനെപ്പറ്റി രണ്ട് പക്ഷം ഉണ്ടാകുവാൻ സാധ്യമല്ല. പിന്നെ ഇടയന്മാർ ഇപ്പോൾ ചെയ്യുന്ന കലാപരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചുമതലയേറ്റ ഉടനെ ആ കോൺഗ്രിഗേഷനിലെ ആളുകളെ രണ്ട് ചേരികളായി തിരിക്കുകയും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാക്കി വെക്കുകയും അതിലേറ്റവും പണക്കൊഴുപ്പും സംഖ്യാപരവുമുള്ള കൂട്ടത്തോട് പുരോഹിതൻ ചേർന്ന് നിന്ന് അവരെ നിയന്ത്രിച്ച് അതിൻ്റെ ഗുണഫലം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് കാലാകാലങ്ങളിൽ സംഭവിച്ച അധപ്പതനത്തിൻ്റെ നാഴികക്കല്ലുകളാണ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര ഭീകരമാണ്. നമ്മുടെ ഇടയിൽ സത്യത്തിന് സ്ഥാനമില്ല എന്ന് മാത്രവുമല്ല, സത്യം പറയുന്നവനെ നമ്മുടെ ഇടയിൽ നിന്ന് അടിച്ചോടിക്കുമെന്നത് മാത്രവുമല്ല, അസത്യത്തിൻ്റെ പ്രവർത്തന സ്വഭാവമായ ശത്രുത, അസത്യത്തിൻ്റെ പ്രവർത്തന സ്വഭാവമായ ശത്രുത പരസ്പരം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയമായ വീര്യം എന്ന് തെറ്റിദ്ധരിക്കത്തക്കവണ്ണം നമ്മുടെ കണ്ണ് അടഞ്ഞുപോയി. ഇതാണ് നമുക്ക് സംഭവിച്ച അധപ്പതനത്തിൻ്റെ യഥാർത്ഥ രൂപം. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ സത്യമാകുന്നു. സത്യം യേശുവിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യേശു അവശേഷിക്കുന്നില്ല. ക്രിസ്ത്യാനി കാണിച്ച വലിയൊരു ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ പേര് പറയും, പക്ഷെ സത്യം നമുക്ക് സ്വീകാര്യമാണ്. സത്യം പറയുന്നതിനെ മുച്ചൂട് നശിപ്പിക്കണം. പക്ഷേ യേശു എന്ന ശബ്ദം കേൾക്കുമ്പോൾ, യേശു ഒരു ശബ്ദമാണ് നമുക്ക്. യേശു എന്ന ശബ്ദം കേൾക്കുമ്പോൾ നാം വികാരാധീനരായിത്തീരുന്നു. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു, ചില മറുഭാഷ പോലും പറഞ്ഞു കളയുന്നു. പക്ഷേ സത്യം വരുമ്പോൾ നാം പല്ലിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് തിരിച്ചറിയുവാൻ വല്ല പ്രയാസവുമുണ്ടോ? നമ്മുടെ ഇടയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ചെവി പൊട്ടിക്കുന്ന വിധത്തിൽ ഇത് വിളിച്ചു പറയുന്നുണ്ട്. ഏറ്റവും അടുത്ത സംഭവം, ഞാൻ കഴിഞ്ഞ 3-4 വീഡിയോകളിലായി തിരുവനന്തപുരത്തുള്ള എബനേസർ മാർത്തോമ സഭയിൽ സംഭവിച്ച കൊടും വഞ്ചന, ഞായറാഴ്ച ആരാധനയുടെ മധ്യത്തിൽ നടന്ന കൊടും വഞ്ചന, അത് പുരോഹിതൻ ചേർന്ന് നടത്തിയ സമർത്ഥമായി ക്രമീകരിക്കപ്പെട്ട് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി അവതരിപ്പിച്ച ഒരു കലാപരിപാടി. അത് പരാമർശിച്ചപ്പോൾ പലരും എനിക്കെതിരെ പല്ല് ഞെരിക്കുകയാണ്. ഒരു മാന്യദേഹം പറയുന്നത്, വെറും 40,000 രൂപയുള്ള എന്തിനാ കിടന്ന് ചെലയ്ക്കുന്നത് എന്ന് പറയുന്ന ആളിൻ്റെ പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും 100 രൂപ എടുത്താൽ ആ മാന്യൻ്റെ സമനില തെറ്റെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരാൾ പറയുന്നത്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാറുള്ളൂ, ഞങ്ങൾക്ക് മെത്രാന്മാരുണ്ട്, താരെന്തിനാ എന്നിട്ട് കൈ എഴുതും. ആ മെത്രാന്മാരുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലം കാണണ്ടേ? മെത്രാന്മാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചരിത്രബോധമുള്ളവർക്കറിയാം, മെത്രാന്മാർ സത്യം തിരിച്ചറിയാനോ നീതി നടപ്പാക്കാനോ ഒന്നും അല്ല അവിടെ ഇരിക്കുന്നത്. ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു പോയി. അങ്ങനെയുള്ളതെല്ലാം മുന്നമേ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു ചരിത്രം നിനക്കുണ്ട്. എനിക്ക് അതൊക്കെ അറിയാം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എന്നോട് ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷെ നിനക്കോ അത് അംഗീകരിക്കാൻ മനസ്സായില്ലല്ലോ. യേശുവിൻ്റെ ഹൃദയം പൊട്ടിയുള്ള രോദനമാണിത്. അതിന് അന്നത്തെക്കാളിന് എത്രയോ മൂർച്ച കൂടിയിരിക്കും. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തികച്ചും അവഗണിക്കപ്പെട്ട് കിടക്കുന്നുവെന്ന് മാത്രമല്ല, അവയെ പരാമർശിക്കുന്നത് പോലും പാപമാണ് എന്ന് ജനങ്ങളെ ധരിപ്പിച്ച് വച്ചിരിക്കുക. നമ്മുടെ സഭയെ
എന്ത് വില കൊടുത്ത് നമുക്ക് സംരക്ഷിക്കണം. എങ്ങനെയാണ് സഭയെ സംരക്ഷിക്കേണ്ടത്? അതിൻ്റെ ഉള്ളിലുള്ള അധർമ്മം ഏറ്റവും സാമർഥ്യത്തോടെ നമുക്ക് സംരക്ഷിക്കണം. ഇതാരും ഇതിനെപ്പറ്റി ഒന്നും പറയാൻ വാ തുറക്കരുത്. ആരെങ്കിലും വാ തുറന്നാൽ അങ്ങനെ തുറക്കുന്ന വാ നിങ്ങൾ അടയ്ക്കണം. അങ്ങനെ അടയുന്നില്ല എങ്കിൽ നിങ്ങൾ അവനെ ആക്രമിച്ച് തേജോവധം ചെയ്ത് അവനെ നാറ്റിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ കള്ളം പറയണം. ഇതിനപ്പുറം ഒരു ഉപദേശം നമുക്ക് ഈ കാലങ്ങളിൽ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ആവർത്തിക്കട്ടെ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. നമസ്കാരം.